സത്യം പറയാലോ കാഞ്ചന സാറേ, പെണ്ണുമ്പിള്ള ഓരോ കാര്യം പറഞ്ഞാൽ അത് ന്യായമാണെങ്കിൽ കേൾക്കാനൊക്കെ ഞാൻ തയ്യാറാണ്. പക്ഷെ ഉപദേശം ഓവറായാൽ നമുക്ക് ദേഷ്യം വരില്ലേ? ഇപ്പൊ എന്ത് ഉപദേശിച്ചെന്നാ ശിശുപാലൻ ചേട്ടൻ പറയുന്നേ? വല്ലപ്പോഴും ഒരിക്കൽ 2 സ്മോൾ അടിക്കുന്ന ശീലം എനിക്കുണ്ട്. അതിപ്പോ തുടങ്ങിയൊന്നുമല്ല, പണ്ടേ തുടങ്ങിയതാ. അത് പുള്ളിക്കാരത്തിക്ക് ഇഷ്ടമല്ല. എന്നും മദ്യപിച്ച കരള് പോകും, തട്ടിപ്പോകും എന്നൊക്കെ പറഞ്ഞോണ്ടാ ബഹളം. ദിവസവും 2 അടിക്കുന്നവരുടെ കരള് പോവുമെങ്കിൽ നമ്മുടെ നാട്ടിലെ ആണുങ്ങളുടെ പകുതിയും ഇപ്പൊ കരളേ കാണത്തില്ലല്ലോ. ഞാനാണെങ്കിൽ കൈ ഇന്ന് 10 പൈസ മുടക്കി കള്ളു കുടിക്കത്തില്ല. വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുമ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് കള്ളു വാങ്ങിത്തരാൻ എന്നും ആരെങ്കിലും കിട്ടുമെന്നേ. നമസ്കാരം സാർ. മേശയിലാണോ ശിശുപാലൻ ഇരിക്കുന്നത്? അല്ല സാർ, ഞാൻ വെറുതെ. ഒന്നും പറയണ്ട. ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ഇരുന്ന് ജോലി ചെയ്യാനാണ് ആ കസേരയും മേശയും സർക്കാർ പണം മുടക്കി വാങ്ങിയിട്ടിരിക്കുന്നത്. പ്രൊഫസർ വരാത്തത് കൊണ്ട്. അത് കൊള്ളാം. ഒരാൾ ലീവാണെങ്കിൽ അയാളുടെ മേശപ്പുറത്ത് കയറിയിരുന്നാണോ ലോകകാര്യം മുഴുവൻ വിളമ്പുന്നത്? ഇത് ഒരു സർക്കാർ ഓഫീസാണ്. ക്ഷമിക്കണം സാർ. ഒരു ക്ഷമ ചോദിച്ചുകൊണ്ടെന്ത് കാര്യം? ഞാൻ വരുന്നതിന് മുമ്പ് മറ്റൊരാൾ പുറത്തുനിന്ന് വന്നിരുന്നെങ്കിലോ? പറയൂ, നിങ്ങളൊക്കെ ഇങ്ങനെ പെരുമാറുമ്പോ നാട്ടുകാർ എന്നെ പറ്റിയും അങ്ങനെ കരുതില്ലേ? ഒരാൾക്ക് ഒരു തെറ്റ് പറ്റുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാം. അത് അയാൾക്ക് മനസ്സിലാവുന്ന തരത്തിലും അംഗീകരിക്കാവുന്ന രീതിയിലും ആയിരിക്കണം. അതുകൊണ്ട് മേലിൽ മേശമേൽ കയറിയിരിക്കരുത്. ഇല്ല സാർ. ശിശുപാലൻ ഒന്നകത്തേക്ക് വരൂ. ഇനിയിപ്പോ എന്താണാവോ പ്രശ്നം? ഓ, എന്റെ കഷ്ടകാലത്തിന് മേശപ്പുറത്ത് കയറി ഒന്ന് ഇരുന്നു പോയി. ശിശുപാലൻ ചേട്ടൻ ചെല്ല്, എന്താന്നറിയാലോ. സാർ. ശിശുപാലൻ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന് ഞാൻ കേട്ടു. ശിശുപാലൻ സ്ഥിരമായിട്ട് മദ്യപിക്കാറുണ്ടല്ലേ? അല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങനെയാ ഉള്ളത്? ശിശുപാല, നിങ്ങളുടെ ഭാര്യ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാൾക്ക് കരൾ രോഗം വന്ന് അവർ മരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മദ്യപിക്കാത്തവര് മരിക്കില്ലേ സാർ? കുടിക്കാതിരുന്നാൽ മരിക്കില്ല എന്ന് ഉറപ്പ് പറയാമെങ്കിൽ ഞാൻ കുടി നിർത്താം സാർ. സാർ, കുടിച്ചാലും മരിക്കും, കുടിച്ചില്ലെങ്കിലും മരിക്കും. അപ്പൊ പിന്നെ കുടിക്കാതിരുന്നിട്ട് എന്താ സാർ കാര്യം? ശിശുപാല, ഒരു ട്രെയിൻ വരുമ്പോ പാളത്തിൽ കയറി നിന്നാൽ ട്രെയിൻ ഇടിച്ച് മരിക്കില്ലേ? സംശയമുണ്ടോ? പാളത്തിൽ കയറി നിൽക്കാതിരുന്നാലും നമ്മൾ മരിക്കും. എന്നായാലും മരിക്കുമെന്ന് കരുതി ആരെങ്കിലും ട്രെയിൻ വരുമ്പോ പാളത്തിൽ കയറി നിൽക്കോ? അതുപോലെയാണ് ഈ പറഞ്ഞത്. ആയുസ്സുള്ളത് വരെ ആരോഗ്യത്തോടെ ജീവിക്കുന്നതല്ലേ നല്ലത്. അല്ലാതെ കരൾ രോഗം വന്ന് വീട്ടുകാർക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടായി നരകിച്ച് മരിക്കണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? സ്നേഹപൂർവ്വം ഞാൻ ഉപദേശിക്കുകയാണ്. ശിശുപാലൻ കുടി നിർത്തണം. നോക്കാം സാർ. ശരി, ശിശുപാലൻ പൊയ്ക്കോളൂ. ശിശുപാല, ശിശുപാലൻ റോഡ് സൈഡിൽ മൂത്രമൊഴിക്കാറുണ്ടോ? അല്ല സാർ. ചോദിച്ചതിന് സമാധാനം പറയൂ. ശിശുപാലൻ റോഡരികിൽ മൂത്രമൊഴിക്കാറുണ്ടോ? ചിലപ്പോഴൊക്കെ. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അത് പരിസര മലിനീകരണമാണ്. പകർച്ചവ്യാധികൾക്ക് കാരണമാകും. വഴിയിൽ അത്രയധികം ദുർഗന്ധമുണ്ടാക്കും. ശരിയല്ലേ? ശരിയാ സാർ. അപ്പോ ശിശുപാലൻ ഇനി അങ്ങനെ ചെയ്യൂ? ഇല്ല സാർ, ഞാൻ ഇനി മൂത്രമേ ഒഴിക്കില്ല. അല്ല, റോഡ് സൈഡിൽ നിന്ന് മൂത്രം ഒഴിക്കില്ല സാർ. നല്ല തീരുമാനം. പിന്നെ ശിശുപാലൻ അങ്ങനെ ചെയ്യാതിരുന്നാൽ മാത്രം പോരാ. ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരെ വിലക്കണം. ഞാൻ ഇന്ന് ഇതിനു മുമ്പ് റോഡിൽ മൂത്രമൊഴിച്ച ഒരാളെ ഉപദേശിച്ചിരുന്നു. ശിശുപാലനും അങ്ങനെ ചെയ്യണം. ചെയ്യാം സാർ.
ആ പിന്നെ ശിശുപാല, ഏ? ആ കാഞ്ചനോടൊന്ന് വരാൻ പറയും. ഏ? ഓ, എന്തിനാ സാർ? അവർക്കും കുറച്ച് ഉപദേശത്തിന്റെ ആവശ്യമുണ്ട്. കാഞ്ചന സാറിനോ? കാഞ്ചനോട് വരാൻ പറയൂ. അല്ല സാറേ, അത് വേണോ? വേണം. ഈ നാട് നന്നാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇയാൾക്ക് ഭ്രാന്തായോ? എന്താ ശിശുപാലൻ ചേട്ടാ? എന്തിനാണെന്നറിയില്ല, കാഞ്ചന സാറിനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്താ കാര്യം? അതിപ്പോ ഞാനെങ്ങനാ പറയുന്നത്? സാറ് ചെല്ല്. എവരെ ഉപദേശിക്കാനായിരിക്കുമോ? എന്നാ പിന്നെ കാഞ്ചന സാറിന്റെ വായിരിക്കുന്നത് മോഹനേഷ സാർ കേൾക്കും. സർ, ആ കാഞ്ചന ഇരിക്കൂ. ഞാൻ നിന്നോളാം സർ. ശരി. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടു. എന്താ സർ? റോഡരികിൽ നിന്ന് ഒരാൾ സിഗരറ്റ് വലിക്കുന്നു. സിഗരറ്റ് വലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഞാൻ അയാളോട് പറഞ്ഞു. നന്നായി സർ. ഈ കാര്യം കാഞ്ചനയെ കൂടി ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വിളിപ്പിച്ചത്. ഞാൻ സിഗരറ്റ് വലിക്കാറില്ല സർ. കാഞ്ചന വലിക്കാറില്ല, പക്ഷേ കാഞ്ചനയുടെ ഭർത്താവ് ഒരു വലിയ പുകവലിക്കാരനാണ്. അയാൾ സിഗരറ്റ് വലിക്കുന്നത് കൊണ്ട് അയാൾക്ക് മാത്രമല്ല, കാഞ്ചനയ്ക്കും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിനും ദോഷകരമാണ്. ഞാൻ പറയാറുണ്ട് സർ, പക്ഷേ പുള്ളിക്കാരൻ കേക്കില്ല. കേൾപ്പിക്കണം. എത്ര പറഞ്ഞിട്ട് സമ്മതിച്ചില്ലെങ്കിൽ ഭർത്താവിനെതിരെ കേസ് കൊടുക്കണം. മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിൽ പുകവലിക്കാൻ പാടില്ല എന്ന് ഒരു ഹൈക്കോടതി ഉത്തരവുണ്ടല്ലോ. ഭർത്താവിനെതിരെ കേസ് കൊടുക്കാനോ? തെറ്റ് ചെയ്യുന്നത് ഭർത്താവാണെങ്കിലും സ്വന്തം അച്ഛനും അമ്മയും ആണെങ്കിലും തിരുത്തണം, ഉപദേശിക്കണം. എന്നിട്ടും അനുസരിച്ചില്ലെങ്കിൽ കേസ് കൊടുക്കണം. സാറേ, അങ്ങേരുടെ പുകവലി ഞാൻ സഹിച്ചു. സാർ ആള് കൊള്ളാലോ. മര്യാദയ്ക്ക് ജീവിക്കുന്ന ഭാര്യയും ഭർത്താവിനെയും തമ്മി തല്ലിക്കാൻ നോക്കുക. സാറിന് വേറൊന്നും പറയുന്നില്ലല്ലോ. കഷ്ടം. ഒരു നല്ല കാര്യം ഉപദേശിച്ച മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. എന്താ സാറേ? എന്താ കാര്യം പറ. ഉപദേശം. ഭഗവാനെ, സാറിനെ ഉപദേശിച്ചോ? എന്നിട്ട് സാറെന്ത് പറഞ്ഞു? എന്തു പറയാൻ, നടക്കില്ലെന്ന് പറഞ്ഞു. എന്ത്? ശിശുപാലൻ ചേട്ടാ, നമ്മൾ വിചാരിച്ച നിർത്താൻ പറ്റുന്ന കാര്യല്ലേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പൊ നിർത്താൻ പറ്റില്ലേ? ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കിയതാ, നടക്കില്ല. എന്താ ശിശുപാലൻ ചേട്ടാ? ഒന്നുമില്ല, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു.